വാഴ്വന്തോൾ സീരീസിലെ ലാസ്റ്റ് വീഡിയോ നമുക്ക് കാണാം. അടുത്ത ആൾ ഇവിടെ നിൽക്കുന്നത് അല്ലേ? താഴെ ഒരാളെ കണ്ടായിരുന്നു, പരിചയപ്പെട്ടായിരുന്നു. ഒറ്റയ്ക്കാൻ പേടിയുണ്ടോ അവിടെ? ഡ്യൂട്ടി അല്ലേ, പേടിച്ചിട്ട് കാര്യമല്ല. ഓക്കെ, എന്നാലും ഈ സമയത്ത് പ്രോബ്ലം ഒന്നും ഇല്ലല്ലോ? ഇനി ഇതിന്റെ അകത്തൂടെയാണോ നടക്കണ്ടേ? ആ അതിന്റെ ഇടയിൽ കൂടെ. ശരി. ഈ പിന്നെ പാമ്പ് വല്ലതും ഉണ്ടോ? ആ ശരി. 1 കിലോമീറ്റർ ഇനിയുണ്ട്. ഓക്കെ, പോയിട്ട് വരട്ടെ. ഇനിയാണ് കുറച്ച് റിസ്ക് ഉള്ള റൂട്ട് എന്ന് പറയുന്നത്. ഇങ്ങനെ എല്ലാവരും ഇവിടെ ഇങ്ങോട്ട് വരുന്നവരുണ്ടല്ലോ, പ്രായഭേദമന്യേ ഏജ് വകവയ്ക്കാതെയൊക്കെ വരും. നോക്കൂ, ഇതെന്താ ഈ സ്ഥലം? ഇത് കണ്ടോ? ഇതിൻ്റെ ഒരു ദൈവമേ, ഇതിൻ്റെ ഹൈറ്റ് നോക്കൂ. ഈശ്വര, ഇതെന്ത് ഹൈറ്റാണ്! നിങ്ങൾക്ക് ഇതിൻ്റെ ഹൈറ്റ് മനസ്സിലാവുന്നുണ്ടാവോ? ഇവിടെ നോക്കുമ്പോൾ ആകാശത്തേക്കുള്ള ദൂരം എനിക്ക് തോന്നുന്നു ഒരു 100 മീറ്ററെങ്കിലും വരും ഹൈറ്റ്. ഇതിൻ്റെ വന്യത ഈ ഫിലിമിലൊക്കെ കാണുന്ന പോലെ ഉണ്ട് കേട്ടോ. ഇതുണ്ടോ, വളരെ വന്യമാണ് പ്രകൃതി ഈ ഭാഗത്ത്. ഇത് നോക്കൂ, ഒരു രക്ഷയില്ല. സദ്ഗമയാണോ? അതെ അതെ. എന്നോട് ഇങ്ങോട്ട് പറഞ്ഞു കേട്ടോ, ഫോട്ടോയിൽ വരണോ നീ. മോന്റെ പേരെന്തുവാടാ? ആ, ചാനൽ നോക്കൂ, സാഫ്രോൺ ന്യൂസ് മീഡിയ. നോക്കണേ, നാളെ അപ്ലോഡ് ചെയ്യും. ബൈ ബൈ. നിങ്ങളുടെ പേരെന്ന് പറ. എവിടെ അഭിനന്ദയുടെ അമ്മയൊക്കെ ഇവിടെ? പിന്നെ ഇതാരാ? ഓക്കെ. മോൻ ആരോടൊപ്പാ? വന്നിട്ടില്ല. പിന്നെ മോളോ ആരോടൊപ്പാ? ഇതെല്ലാം ഇവരുടെ കസിൻസ് ആയിട്ടാ കുട്ടികള്. അവരെല്ലാം ഹാപ്പിയാണ്. സൂക്ഷിക്കണേ. നമുക്ക് ഇങ്ങനെ പോവാം. കണ്ടോ, അങ്ങനെ വെള്ളച്ചാട്ടം ദൃശ്യമായി തുടങ്ങി കേട്ടോ. മോനെ സൂക്ഷിച്ചു വാ, മെല്ലെ വാ. ഇനി വേറെ അറിഞ്ഞില്ല.
വാഴ്വന്തോൾ വെള്ളച്ചാട്ടത്തിൻ്റെ ഭംഗി, അതിൻ്റെ ഭീകരത ഒക്കെ അറിയണമെങ്കിൽ അതിൻ്റെ അടുത്ത് വന്ന് തന്നെ അറിയണം. കാരണം ഇന്നുവരെ കണ്ടെത്തിയ ഒരു ക്യാമറയ്ക്കും ഇതിൻ്റെ ദൃശ്യത്തെ നാം നേരിട്ട് കാണുന്നതിന് തുല്യമായി പകർത്താൻ കഴിയും എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഒരു ചെറിയ തട്ടിൽ നിന്ന് വെള്ളം വീഴുന്നതായി മാത്രമേ നമുക്ക് തോന്നൂ. ഇവിടെ ആൾക്കാരൊക്കെ കുളിക്കാനും മറ്റും റെഡിയാവുന്നുണ്ട് ആ വെള്ളത്തിൽ. പുരുഷന്മാർക്കും സ്ത്രീകൾക്കും പ്രത്യേകം കുളിക്കാനുള്ള വാഷ്റൂം അവർ തയ്യാറാക്കിയിട്ടുണ്ട്, ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനും മറ്റും. അത് കഴിഞ്ഞതിന് ശേഷം ഈ വെള്ളച്ചാട്ടത്തിന് താഴെ സുരക്ഷിതം ആയി ഗൈഡ് പറയുന്ന സ്ഥലത്ത് മാത്രം ഇറങ്ങി കുളിക്കാവുന്നതാണ്. പക്ഷേ അതിന് കണ്ടീഷൻസൊക്കെ ഒത്തിരിയുണ്ട്. എന്തായാലും കാഴ്ചകൾ വളരെ വിപുലമാണ്. ആ കാഴ്ചകളെ ഒരു ക്യാമറ കണ്ണിലൂടെ കാണുമ്പോൾ കുറേ ലിമിറ്റേഷൻസ് ഉണ്ട് എന്ന് അവിടെ നേരിട്ട് പോവുകയും വീഡിയോ കാണുകയും ചെയ്ത ആൾക്കാർക്ക് വ്യക്തമാണ്. നോക്കൂ, എത്ര മനോഹരമാണെന്നറിയാമോ ഇവിടം. ഇതിൻ്റെ ഒരു ഫസ്റ്റ് സെഗ്മെൻ്റ് താഴെത്തട്ടിലുള്ള വെള്ളച്ചാട്ടമാണ്. ആകാശമുട്ട വളർന്നു നിൽക്കുന്ന മരങ്ങളെ കാണാം. ആകാശം വരെ ഉയർന്നു നിൽക്കുന്ന വലിയ പാറ, വലിയ കുന്നുകളെ കാണാം. അത് വിഷ്വലി ഇല്ലുസ്ട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും. ഇത് കണ്ടോ, ഇതിൻ്റെ താഴെ തട്ടിലുള്ളൊരു സെഗ്മെൻറ്റ് ആണ് നമ്മൾ കാണുന്നത്. പക്ഷേ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പാണ്ടിപ്പട്ട് ചെമ്മൂഞ്ചി മുട്ടയിൽ നിന്ന് ആരംഭിക്കുന്ന വെള്ളച്ചാട്ടത്തിന് ഈ ഒരു ആംബിയൻസ് മാത്രമല്ല ഉള്ളത്, ഈ ഒരു എക്സ്പ്രഷൻ മാത്രമല്ല ഉള്ളത്. അതിന് പല തട്ടുകളുണ്ട്. മുകളിലേക്ക് നമുക്ക് പോകാനുള്ള പെർമിഷൻ ഇല്ലാത്തത് കൊണ്ട് നമുക്ക് താഴെയുള്ളൊരു സെഗ്മെൻറ്റ് മാത്രമേ കാണാൻ പറ്റൂ. ആ മല വളരെ വളരെ വലുതാണ്, വളരെ ഹൈറ്റിൽ നിന്നാണ് ആ വെള്ളം വീഴുന്നത് എന്നർത്ഥം. നേരിട്ട് കാണാൻ കഴിയുന്നവർക്ക് ഇത് അസുലഭമായൊരു കാഴ്ച തന്നെയാണ്. കാടിരുന്നു നിങ്ങളുടെ ടീം ഇവിടെ വരുന്നില്ല. നിങ്ങളിപ്പോൾ എത്തിയുള്ളൂ ഇവിടെ? നിങ്ങൾ രാജവെമ്പാലയെ കണ്ടോ? ഇല്ല. ഞാൻ പറഞ്ഞു പേടിപ്പിച്ചു കേട്ടോ. വളരെ പെട്ടെന്നാണ് അന്തരീക്ഷം ഇരുളുന്നതായി തോന്നിയത്. ഒരു മഴയ്ക്കുള്ള ചാൻസ് ഉണ്ട്. മലയിൽ മഴ പെയ്തു കഴിഞ്ഞാൽ കാര്യങ്ങൾ വഷളാകും. അതുകൊണ്ട് ഞാൻ തിരിച്ചു പോകാം എന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ തിരിച്ചു പോവുകയാണ്. വെള്ളച്ചാട്ടത്തിൻ്റെ ഭീകരത കണ്ടുവല്ലോ, ആ പരിതസ്ഥിതിയുടെ ഭീകരത കണ്ടോ? ധാരാളം ആൾക്കാർ അവിടെ ഇറങ്ങി കുളിക്കുന്നുണ്ട്. പക്ഷെ ഞാനവിടെ നിന്നപ്പോൾ പെട്ടെന്ന് പ്രകൃതി അങ്ങ് ഇരുണ്ട് കേട്ടോ, ഒരു മഴയ്ക്ക് ചാൻസ് ഉള്ളതുപോലെ. അപ്പോൾ ഞാൻ ഡിസൈഡ് ചെയ്തു പോകാം എന്ന്. അതാണ് ഞാൻ തിരിച്ച് നടക്കുന്നത്. ഫോട്ടോ കണ്ടിട്ടാണ് വന്നത്. നല്ല ഡിഫിക്കൽസ് അല്ലേ? സൂക്ഷിക്കണേ മോളെ, ചാടണ്ട, മെല്ലെ മെല്ലെ പോണം. സത്യത്തിലേ ഈ വ്ളോഗിങ് ചെയ്യുന്നതിന് വലിയ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അതായത് ശരിക്കുള്ള കാര്യം
നമ്മൾ ഷെയർ ചെയ്യണം. വാഴവന്തോൾ വെള്ളച്ചാട്ടത്തിലേക്ക് വരണം ആൾക്കാർ, ഒരുപാട് പേര് വരണം. പക്ഷേ ഹെൽത്തി ആയിട്ടുള്ള ആൾക്കാർ വരണം. മനസ്സിലായോ? നല്ല സ്പോർട്സ് ബോഡിക്കും മൈൻഡിനും കപ്പാസിറ്റി ഉണ്ടെങ്കിൽ മാത്രം. എന്താണ് സ്പോർട്സ് കപ്പാസിറ്റി ഞാൻ ഉദ്ദേശിച്ചത്? മസിൽ പവർ അല്ല, ശരിക്കും നല്ല സ്റ്റാമിന വേണം, ശ്രദ്ധ വേണം. ഇപ്പോൾ ഇവിടെ എന്നെ സംബന്ധിച്ച് ഞാൻ വീണു. ഇവിടെ എന്തുകൊണ്ടാണ് വീണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ക്യാമറ ഫ്രെയിമിൽ നോക്കിയാണ് നടന്നത്. അപ്പോൾ കാല് പെട്ടെന്ന് ഒരു അപ്രതീക്ഷിതമായ ഒരു ഭാഗത്ത് സ്ലിപ്പാവുന്നിടത്തേക്കായിപ്പോയി, അങ്ങനെ വീണതാണ്. അതും താഴേക്ക് ഒഴുകി പോകുന്ന വീഴ്ച അല്ല, അങ്ങനെ ഒരു സ്ഥലത്തല്ല വീണത്. പകരം ഒരു ഇടി കിട്ടിയെന്ന് മാത്രം, 1-2 ഇടി കിട്ടി, അത്രയേ ഉള്ളൂ. പിന്നെ ക്യാമറയും മൈക്കും ഒക്കെ വെള്ളത്തിൽ പോയി, വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഞാൻ പറയുന്നത്, സാധാരണ വ്ളോഗിങ് ചെയ്യുന്ന ആൾക്കാർ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ എന്തിനേയും എക്സാജറേറ്റ് ചെയ്ത് ഓവർ സപ്പോർട്ട് ചെയ്തിട്ടായിരിക്കും പറയുക. അപ്പോൾ അത് കണ്ടിട്ട് വ്ളോഗ് കണ്ടിട്ടും പടങ്ങൾ കണ്ടിട്ടും ഒക്കെ ആൾക്കാർ എന്ത് ചെയ്യുമെന്നറിയാവോ? ഈ സ്ഥലങ്ങളിലേക്കൊക്കെ പോകണം എന്ന് നിർബന്ധം പിടിക്കും. മുട്ടുവേദനയുള്ളവർ, ഡിസ്കിന് തേയ്മാനമുള്ളവർ, അതുപോലെ ഹാർട്ടിന് ഏതെങ്കിലും രീതിയിലുള്ള ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളവർ ഒന്നും ഇത്തരം സ്ഥലങ്ങൾ യാത്രയ്ക്കായി തിരഞ്ഞെടുക്കരുതെന്നേ ഞാൻ പറയും. ഇത് കുടിക്കാൻ കൊള്ളാവുന്ന വെള്ളമെന്നാണ് പറയുന്നത്. കുടിക്കട്ടെ. ശരിക്കും വൈബായില്ലേ? മഴ കൂടി കിട്ടിയപ്പോൾ, വനത്തിനുള്ളിൽ മഴ കൂടി കിട്ടി, ഭാഗ്യമല്ലേ? അപ്പോൾ പോകണം ഇവിടെ നിന്ന്. ശരി, ബൈ. യാത്ര തിരിച്ച അതേ സ്ഥലത്ത് വാഴവന്തോളിലെ പ്രവേശന കവാടം, ആ സ്പോട്ടിൽ നമ്മൾ തിരിച്ച് സേഫായി വന്നു കേട്ടോ. കണ്ടോ? ഇവിടെയാണ് നമ്മളിവരെ കണ്ടത്. ഈ സീരീസിലെല്ലാം എന്നോടൊപ്പം യാത്ര ചെയ്ത നിങ്ങൾക്കെല്ലാവർക്കും ഒത്തിരി നന്ദി, ഒത്തിരി സ്നേഹം. ഈ ഉമ്മ എനിക്ക് സ്വീറ്റ്സ് തന്നു കേട്ടോ. ലവ് യു ആൾ.